ഇത് ഓക്കല്ലേ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കായലിലാണ്. നമ്മൾ വലയൊക്കെ വളഞ്ഞിട്ട് അതിക്ക് മീനെ പായിച്ച് കയറ്റിയിട്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വേറെ വലിയ ചെറുമീൻ അതുപോലെ കട്ടില ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, ഏറ്റവും വലിയ മുക്കുണ്ട്, തെത്തിറാശുണ്ട്, ബാക്കിതാ ഇപ്പുണ്ട്. അവിടെ അലിയുണ്ട്, അവിടെ അപ്പുറത്തൊരാളുണ്ട്. സുബേർക്കാണ് വല സെറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ വല സെറ്റ് ചെയ്യണതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആശാന്മാരെന്ത് ചെയ്യുന്നുണ്ട്, വല സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇതാക്കണ ഈ പുല്ലിൻ്റെ വലിയൊരു സ്ഥലം. ആ സ്ഥലം മൊത്തം എന്ത് ചെയ്യാണ്, നമ്മൾ വളഞ്ഞിട്ട് മീനേക്ക് പായിപ്പിച്ച് കയറ്റാൻ പോകുന്നത്. അതായത് ഈ പുല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം എന്തുണ്ടാവില്ല, അടിക്ക് പുല്ലുണ്ടാവില്ല, മുകളിൽ മാത്രം പുല്ല് അങ്ങനത്തെ ചണ്ടിയൊക്കെ ചപ്പൊക്കെ വന്നാണ്ട് അടഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഈ വല എന്ത് ചെയ്യണം, മൊത്തത്തിൽ വളയാണ്. ഈ പുല്ലിൻ്റെ ചണ്ടി മൊത്തത്തിൽ ഏകദേശം വളഞ്ഞിട്ട് അതിക്ക് എന്ത് ചെയ്യുക, മീനെ ചണ്ടിൻ്റെ ഉള്ളിലേക്ക് പായിപ്പിക്കുകയാണ്. അതായത് ചപ്പ് നമ്മൾ എന്ത് ചെയ്യും, ചുറ്റുകൊടുത്തും വളയും. ഈ ചപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മീനെ പൈപ്പിക്കാണ്ട് ഒരു വി ഷേപ്പിൽ വലട്ടച്ച് കണ്ടങ്ങൾ ഏകദേശം ഈ ചണ്ടിൻ്റെ മുക്കാ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വല അങ്ങോട്ടും ഇങ്ങോട്ട് വളഞ്ഞിട്ട് വി ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലോങ്ങിൽ പോയിട്ട് ഏകദേശം ഒരു 200 മീറ്റർ ലോങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വടിയും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ മട്ടലേറ്റൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. മട്ടൽ ഞാൻ കാണിച്ചു തരാണ്ട്, ഒരാളെ കയ്യിൽ കണ്ട മട്ടൽ, അവിടെ കണ്ട മട്ടൽ, ഈ മടൽ എന്ന് പറയാം, നമ്മൾ ഓലൻ്റെ മടൽ. ഈ മടലുകൊണ്ട് അടിച്ച് പായിപ്പിക്കുക ചെയ്യുക. വെള്ളം അങ്ങനെ ഇളക്കി ചണ്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, മീനെ പായിപ്പിക്കുക ചെയ്യുക. ഒരു റൗണ്ടിൽ നിന്നിട്ട് ഏകദേശം എന്ത് ചെയ്യും, ലാസ്റ്റ് നിന്നിട്ട് നമ്മളെ കുപ്പാടെ ഒരു ഏരിയക്ക് കണ്ടോ എല്ലാവരും മീനെ അടിച്ച് തെക്കിയൊക്കെ ദേശീയ വള്ളത്തിനോട് എന്താ ദേശീയമാതിരി അടിക്കണേ. നമ്മൾ റൗണ്ടായിട്ട് നിന്നിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, മീനുകൾ മൊത്തത്തിൽ പാഞ്ഞിട്ട് ഈ ചണ്ടിൻ്റെ ഉള്ളിലേക്ക് പായ ചെയ്യുക. നമ്മൾ റൗണ്ട് ഇട്ട് അടിക്കുക. അപ്പോൾ മീനുകൾ ഒയ്യാനുള്ള സ്ഥലം കൊടുക്കാതെ നേരം എന്ത് ചെയ്യും, വലയ്ക്ക് മീനെ പായിപ്പിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ വലൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വലൻ്റെ ഈ ഭാഗവും ആ ഭാഗവും പിടിച്ചിട്ട് ഇതെന്ത് ചെയ്യും കണ്ടോ, ഈ വലൻ്റെ ഈ സൈഡും അതേപോലെ ആ സൈഡും എടുത്തിട്ട് എന്ത് ചെയ്യും, നേരെ ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഈ ഭാഗത്തേക്ക് മീൻ വരാനില്ല. അപ്പോൾ ഈ വല ക്ലോസ് ചെയ്യണ വരെ അപ്പുറത്ത് ഇങ്ങനെ വടികൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് മീൻ ഇങ്ങോട്ട് വരാക്കാൻ കണ്ടോ, ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും മീൻ ഇങ്ങോട്ട് റിട്ടേൺ വരാതിരിക്കാൻ. ഈ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, വലയിൽ അപ്പം അത് വേണ്ടി മീനിൽ അടിക്കുന്നുണ്ടാവും കേട്ടോ. മീനിൽ നല്ല അടി, കട്ട്ല അതുപോലെ വാള, കുയിൽ അങ്ങനത്തെ മീനൊക്കെ ചെന്നിട്ട് അടിക്കുക. ചിലപ്പം വലൻ്റെ മുകളിൽ കൂടെ ചാടുക ഒക്കെ കാണാൻ നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മീനുള്ള ഏരിയ ഇട്ടത്. കിട്ടിയോ? അപ്പോൾ നമ്മുടെ രണ്ടാമത് മീൻ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മീൻ അടിച്ച് നമുക്ക് എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലാണ്, ഒരു 1 kg അടുത്തുള്ളൊരു വരാൽ കേട്ടോ. നല്ല ഹെവി സാധനമാണ് ഇവിടെ ഉള്ളതൊക്കെ. 2 വരാലടിച്ച് വലട്ട് ഫുള്ളായിട്ടുള്ളൂ. ഇതിങ്ങനെ തപ്പി എടുക്കണ്ടേ വലൻ്റെ ഉള്ളിൽ ഈ വട വന്നിട്ട് മീൻ അടിച്ച് കിടക്കുന്നത്. ഒരു അടിപൊളി കരിമീൻ കേട്ടോ. ഒരു 800-900 ഒക്കെ ഉണ്ടാവും കരിമീൻ, വെറും കരിമീൻ. ഓക്കെ, ചെറിയൊരു വാളന്റെ കുട്ടി അലിന്റെ കയ്യിലാക്കാണ്. അതിനെ വിട്ട് നമ്മൾ റിലീസ് ചെയ്തേ. അലിന്റെ അനിയന്റെ കാലിന്റെ അടി കൂടെ വലിയൊരു മഞ്ഞിൽ പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ആ മീനെ ഞാൻ ലാസ്റ്റ് പിടിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്തൊരു വരാലടിച്ചിട്ടുണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലാണ് ആക്കണേ. ഏകദേശം 1 കിലോന്റെ അടുത്തുള്ള വരാല. അപ്പൊ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിട്ടോ. കിട്ടിയോ വലിയ കിട്ടിയില്ല. വ്യക്തി പിടിച്ചോളൂ. പിടിച്ചോളും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വരെടുത്ത് പോകുന്ന ശേഷം 10 കിലോന്റെ പുറത്ത് മീൻ കിട്ടീന്ന്. അത് പൊതിച്ചു കൊടുത്തടാ, പൊതിച്ചുണ്ടോ? അങ്ങനെ 10 കിലോന്റെ പുറത്ത് മീൻ ഉണ്ട്. നമ്മളെ മീൻ പിടുത്തക്കാരൻ ആശാനെ പിടിച്ചിട്ടുണ്ട്. ഒക്കെ കേട്ടോ. രണ്ടാമത്തെ വല എടുത്ത് നമ്മൾ മൂന്നാമത്തെ വല വെക്കാൻ വേണ്ടി പോവാണ്. ഹെവി ഒരു മീൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു വരാല് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തെക്കിന്റെ കാലിനടിയിൽ എന്തോ മീൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞ്. അത്യാവശ്യം വലിയ മീൻ ഉണ്ടായിരുന്നു. നമുക്കൊരു മീൻ ഇതിന്ന് വലുത് മിസ്സായിട്ടുണ്ട്. അതുപോലെ ഒരു മീൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചാറിന് നോക്കണം, വില താത്തണ്ട, വള്ളത്തിന് വില പൊന്തിച്ചണ്ട. തപ്പിക്കൂടി വലക്കെടുക്കട്ടെ. ഏകദേശം ഒരു 10-20 കിലോന്റെ പുറത്തായിട്ട് മീന്. ഔ, പൊന്തിനില്ല. കിട്ടി മോനെ, കിട്ടി, കൊമ്പനെ കിട്ടിട്ടോ. എന്താ സാധനം നോക്കിയാ നിങ്ങള്. അതിന്റെ മുള്ളു കുത്തിയിട്ട് അവന്റെ കൈ അത്യാവശ്യം വേദന കേട്ടോ.
അതിൻ്റെ അജാതി മുള്ളാണ് കുത്തി. അതിൻ്റെ വാല് വെക്കണ മീൻ്റെ സൈസ് കണ്ടാലേ ഹെവി മീനായിട്ട് അടിച്ചാൽ നമുക്ക്. ഇതിന് നമ്മളിവിടെ നാട്ടിൽ ഇതിന് പിലാപ്പി എന്ന് പറയും, പക്ഷെ ഇവരിവിടെ ചക്കപ്പൊണ്ണൻ അങ്ങനത്തെ എന്തൊക്കെ ഒരു പേരായിട്ട് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ ഈ മീൻ എന്താ പറയല്ലേ? ഇത്രയും സൈസുള്ള ഈ മീൻ നിങ്ങളെ നാട്ടിലുണ്ടോ? ഈ മീൻ ഞാൻ ആദ്യമായിട്ട് ഇത്ര സൈസുള്ള ഈ മീനെ കാണുന്നത്. ഹെവി സാധനമാണ്, അത്യാവശ്യം ടേസ്റ്റുള്ള മീനുമാണ്. ഞങ്ങൾ തിന്നിട്ട് നല്ല രസമുള്ള മീൻ. നമ്മളെ ഈ കാളാഞ്ചിയൊക്കെ പൊരിക്കാൻ വേണ്ടി നല്ല കായം തേച്ച് പൊരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് സാധനം. തെക്തീറിന് ഒരു മീൻ കിട്ടീനെ, അതാണ് മെയിൻ. തെക്തീർ ഒരു മീൻ പിടിക്കുക പറഞ്ഞാൽ അതൊക്കെ ചരിത്ര. തെക്തീറിന് കിട്ടിയൊരു ഹെവി നാടൻ വരാലാണ്, ഏകദേശം 1 kg അടുത്തുണ്ട്. വലിയ മീനായിട്ട് കിട്ടി. നമുക്കിതാ ഇന്ന് കിട്ടിയ മീനായിട്ടത്. നമ്മൾ ഏകദേശം ഒരു 5-6 വല വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്ത് ഇത്രയും മീൻ കിട്ടി. ഇതിലില്ലാത്ത സംഭവമില്ല. ഈ ഒരു കായലിലുള്ള ഏകദേശം മീനുകളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഏകദേശം ഐറ്റംസൊക്കെ. ആ അയഞ്ഞു പോകുന്ന സാധനം കണ്ടങ്ങൾ പാമ്പല്ലിട്ടത് മനഞ്ഞിലെന്ന് പറയും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു മനഞ്ഞിലുണ്ട് എന്ന്, ആ മനഞ്ഞിലാട്ടത്. അപ്പോൾ ആർക്കെങ്കിലും നല്ല ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരെ കോൺടാക്ട് ഞാൻ തരുന്നതായിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫ്രഷ് മീനുണ്ട്, വാള, അതുപോലെ കട്ട്ല, രോഹു, വരാല്, എല്ലാ മീനും ഇവരുടെ അടുത്തുണ്ട് കേട്ടോ. ഒരു ഡെയിലി മീൻ പിടിച്ച് വിൽക്കുന്ന കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ മീനുകളൊന്നും എല്ലാവരും കണ്ടോളി. വാളതാ ചെറിയ ടൈപ്പ് വാള കിട്ടിയതൊക്കെ, വലിയ ടൈപ്പ് കട്ട്ല ഒന്ന് മിസ്സായി പോയി നമുക്ക്, അതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. വലിയ വലിയ കണ്ണന്മാരുണ്ട്, ഏകദേശം 1 കിലോന്റെ പുറത്തുനിട്ട് മീനൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ടോ. പുതിയ വീഡിയോയിൽ കാണാം. ബൈ.